വാർത്ത. കണ്ണൂരിലെ ശവന്തീനികളെ നിലയ്ക്ക് നിർത്താൻ യതീഷ് ചന്ദ്ര വരുന്നു. നമ്മൾ ഇന്നലെ അത് പറഞ്ഞു. ചിലപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് ഉൾപ്പെടെ ഒരു തിരുത്തിക്കുറിക്കൽ, ഒരു വമ്പൻ ട്വിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കരുത്തനായ, ധീരനായ, ജനപ്രിയനായ, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ യതീഷ് ചന്ദ്ര ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ എന്നാ ചോദിക്കുന്നത്. എവിടെയായിരുന്നു? ഈ യതീഷ് ചന്ദ്രയ്ക്ക് ഇത്രത്തോളം ഫാൻ ബേസ് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം പാർട്ടി നോക്കാതെ ആളുകളെ നിയമത്തിന് വിധേയമാക്കുക, അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ള യതീഷ് ചന്ദ്രയുടെ ആ ഉറച്ച തീരുമാനത്തിനാണ് പിന്തുണയുള്ളത്. പാർട്ടി ഓഫീസിൽ കയറി ഏരിയ സെക്രട്ടറിയെ വരെ വലിച്ച് താഴെയിട്ട് നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായി ആദ്യം വാണിംഗ് കൊടുക്കുകയും തിരുത്തിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ മറ്റ് പോലീസുകാരിൽ നിന്ന് വേറിട്ട ഒരാളാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഭയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെങ്കിലും തെറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി നിലപാട് സ്വീകരിക്കും. അദ്ദേഹത്തെ ഒരു ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രമസമാധാനം ഉണ്ടാക്കിയിട്ടേ അദ്ദേഹം തിരിച്ചു പോകത്തുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹം എവിടെ ആയിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. അതായത് വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലകൾ, പഴയ നമ്മുടെ ടിപ്പി ചന്ദ്രശേഖരനൊക്കെ കൊല്ലപ്പെട്ട ഒഞ്ചിയം മേഖലയുണ്ട്, ഓർക്കാട്ടേരി, കുന്നുമ്മൽ, അത്തരം മേഖലകളുണ്ട്. അവിടെയൊക്കെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാലമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 90-കൾ തൊട്ട് അവിടെ വലിയ സംഘർഷമുണ്ട്, അവിടെ കലാപമുണ്ടായിട്ടുണ്ട്. നാദാപുരം ചെറിയ കലാപമടക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ജനങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ അറിയില്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ബോംബുണ്ടാക്കുന്നു. അപ്പോൾ കണ്ണൂരിനോട് ചേർന്ന് കിടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളാണ് വടകരയും ഓർക്കാട്ടേരിയും കുന്നുമ്മലും ഈ പറയുന്ന വാണിമേലൊക്കെ. അപ്പോൾ ആ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ക്രമസമാധാന പ്രശ്നം അത് ചില്ലറയായിരുന്നില്ല. ബോംബുകൾ ഉണ്ടായിരുന്നു, വടിവാളുണ്ടായിരുന്നു, വെട്ടുണ്ടായിരുന്നു. രാത്രി ആളുകൾക്ക് വരാൻ ഭയമായിരുന്നു. രാത്രി ഭർത്താവൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ വിളിച്ചു പറയും, ഇന്ന് രാത്രി വൈകിട്ടാണോ നിങ്ങൾ വരുന്നത്, എന്നാൽ വരണ്ട, നിങ്ങൾ കുറച്ച് നേരത്തെ വരൂ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ സംഘർഷങ്ങൾ, CPM-ഉം BJP-യും ലീഗും ഒക്കെ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ വളർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്കാണ് യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ടത്. ആ വടകരയിലെ, കുറ്റ്യാടിയിലെ, നാദാപുരത്തെ, ഓർക്കാട്ടേരിയിലെയൊക്കെ ഉൾഗ്രാമങ്ങളെ വെടിപ്പാക്കി തിരിച്ചു കൊടുത്തുകൊണ്ടാണ് യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ആ പോലീസുകാരൻ അവിടെ നിന്ന് തിരികെ പോയത്. ഇപ്പോഴും വടകരക്കാർക്കും നാദാപുരത്തെയും ഈ പറയുന്ന കുറ്റ്യാടിയിലെയും ഒക്കെ ആളുകൾക്ക് കൃത്യമായി ഓർമ്മയുണ്ട് എങ്ങനെയാണ് ഒരു പോലീസുകാരൻ ഇടപെടേണ്ടത് എന്നുള്ളത്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം കണ്ടേക്കാം. കാരണം ഓരോ ആളുകളെയും അവിടെ രാത്രി പോലീസിൻ്റെ പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കാണിച്ചു കൊടുത്ത ഒരു സമയമുണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് ശേഷം നിരന്തരമായി പോലീസിൻ്റെ അണ്ടർ കൺട്രോളിലായിരുന്നു ഒരുപാട് കാലം അവിടെ. എന്നിട്ട് അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തി എല്ലാവരെയും റെയ്ഡ് ചെയ്തു. പോലീസിനെ ഭയമായിരുന്ന ഒരു കാലം. അവിടെ യതീഷ് ചന്ദ്ര നിയമത്തിനപ്പുറത്തേക്ക് കൃത്യമായി അവിടെ ഒരു നീതി നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം നിന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊരു ചരിത്രമുണ്ട്. അപ്പോൾ കണ്ണൂർ SP ആയിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതിനുശേഷം ഇങ്ങനെ പല ആളുകളിലേക്കും അല്ലെങ്കിൽ പല ഭാഗത്തേക്കുമൊക്കെ അദ്ദേഹത്തിന് നിയമനം കിട്ടി എന്നുള്ളതാണ്. എവിടെയായിരുന്നു യതീഷ് ചന്ദ്ര എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം ബംഗളൂരു സ്വദേശിയാണ്, അതായത് കർണാടക സ്വദേശിയാണ്. കർണാടകയിൽ തന്നെ ബംഗളൂരുവിലേക്ക് അദ്ദേഹത്തിന് അവിടുത്തെ അഴിമതി വിരുദ്ധ വിഭാഗം SP ആയിട്ടാണ് ഡെപ്യൂട്ടേഷൻ കിട്ടിയത്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു BJP ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്താണ് അദ്ദേഹം അവിടെ ഡെപ്യൂട്ടേഷനിലേക്ക് പോയത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ 2 ഗവൺമെൻറ്റുകൾക്കും പ്രിയപ്പെട്ട ആളായിരുന്നു യതീഷ് ചന്ദ്ര എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടല്ലാതെ അദ്ദേഹത്തിൻ്റെ കർക്കശമായ നിലപാട് കൊണ്ടായിരുന്നു ബംഗളൂരുവിലെ പല റെയ്ഡുകൾക്കും പിന്നിൽ. ഈ അഴിമതി വിരുദ്ധ വിഭാഗത്തിൻ്റെ SP ആയി വെറും ഒരു പാവയായിരിക്കാൻ അദ്ദേഹം ബംഗളൂരുവിലും തയ്യാറായില്ല. പല സ്ഥലങ്ങളിലും അദ്ദേഹം റെയ്ഡ് നടത്തി. ഒരുപാട് ഈ പറയുന്ന ഓഫീസുകളിലൊക്കെയുള്ള ഫയലുകളിൽ ഒപ്പിടാൻ വേണ്ടി പൈസ കിട്ടണമെന്ന നിലപാടെടുത്തിരുന്ന പല ഉദ്യോഗസ്ഥരെയും അദ്ദേഹം തൂക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ബംഗളൂരുവിലെ ഒരു വലിയ പേര് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ കർണാടക ഗവൺമെൻറ്റിന് വലിയ മതിപ്പുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ആ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി കേരള കേഡറിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂർ റേഞ്ച് DIG ആയി അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. പ്രൊമോഷനോട് കൂടിയുള്ള ചുമതലയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ
സംസ്ഥാനത്തെ ക്രമസമാധാന നില പൊട്ടിത്തകർന്നിരിക്കുകയാണ്. ആർക്കും എന്തും എങ്ങനെയും ചെയ്യാം എന്നുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഇവിടുത്തെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസിനുണ്ടായ MLA-ക്കുണ്ടായ ഈ പറയുന്ന അപകടവുമായി ബന്ധപ്പെട്ട് അവിടെ പാലാരിവട്ടം സ്റ്റേഷനിൽ ആ പറയുന്ന ചെറുപ്പക്കാരന് എത്രയോ തവണ പരാതി കൊടുത്തു. ഈ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. 30-ാം തീയതി കഴിഞ്ഞ് വരും, അതായത് 21-ാം തീയതി പരിപാടി നടക്കുമ്പോൾ 30-ാം തീയതി കഴിഞ്ഞ് വരും എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് പരാതിയുടെ കോപ്പി ആവശ്യപ്പെടുമ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കുമെന്ന് പറയുന്ന സമയത്താണ് ഇവിടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഒരു റെസീറ്റ് ഈ പറയുന്ന പരാതിക്കാരൻ ഇവർ കൊടുക്കുന്നത്. ഈ തരത്തിൽ എന്നിട്ട് അതൊന്നും എവിടെയില്ല. ഈ പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കണേ, മനസ്സിലാക്കണം. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ വല്ലാതെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യതീഷ് ചന്ദ്രയെ പോലെ ഒരാൾ കണ്ണൂർ റേഞ്ച് DIG ആയി വരുന്നത്. കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ CPM അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കണ്ണൂരിൽ ചോര വീഴാത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് അവിടെ ചോരയുടെ രാഷ്ട്രീയം ഉണ്ടാവരുത് എന്ന അദ്ദേഹത്തിൻ്റെ കർക്കശമായ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് BJP നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ഒരു ചർച്ച, അതെ, അന്തർധാര എന്നതിലേക്ക് അപ്പുറത്തേക്ക് അവിടെ സമാധാനം പുലരണമെന്നുള്ള ഒരു ചർച്ച, നല്ല ഉദ്ദേശം. അവിടെ BJP നേതാക്കന്മാർക്ക് അവിടെ വെട്ടണമെന്നൊരു നിലപാടൊന്നും ഉണ്ടായിരുന്നില്ല. അവരോട് കാര്യങ്ങൾ ക്ലിയറായി സംസാരിച്ചു. അവർ പറഞ്ഞൊരു കാര്യം എന്നാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവുമില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. ശ്രീഎമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടെ തിരുവനന്തപുരത്ത് അവർ യോഗം ചേർന്നു. അപ്പോൾ അങ്ങനെ യോഗം ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് CPM-ൻ്റെ ആളുകളോട് കർശനമായി പിണറായി വിജയൻ പറയേണ്ടായി, ഇനി ഒരു തരത്തിലും അങ്ങോട്ട് കച്ചറയ്ക്ക് പോകരുത്, ബുദ്ധിമുട്ടുകൾക്ക് പോകരുത്, ആക്രമണത്തിന് പോകരുത് എന്ന് പറഞ്ഞു. അതോടുകൂടി നിന്നില്ലേ കണ്ണൂരിലെ ചോരക്കളി. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ചാൽ നിർപ്പിക്കാൻ കഴിയും ഇവിടുത്തെ ചോരക്കളി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനിടയിലും അവിടെ ബോംബുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. തൊഴിലുറപ്പിലെ സ്ത്രീകൾ കഴിഞ്ഞ ദിവസം ബോംബ് പണിയെടുക്കുന്നതിനിടയ്ക്ക് ബോംബ് പൊട്ടി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയാണ്. രാസലഹരിയും അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഈ തില്ലങ്കേരിമാരൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ണൂർ റേഞ്ച് DIG ആയി വരുമ്പോൾ അവിടെയും അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായിരുന്ന വടകരയിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ, അതായത് കോഴിക്കോട് റൂറൽ, വടകരയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. വടകരയാണ് പിന്നെ നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് റൂറൽ SP വടകരയാണ് കാര്യാലയം ഉള്ളത്. അപ്പോൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് കൂടി, അതായത് വടകരയുടെ ഭാഗത്ത് കൂടി ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് പാർത്തനത് പറയുമ്പോൾ വടകരയിൽ എവിടെയാണ് എന്നുള്ളത്. തീർച്ചയായും. അപ്പോൾ വടകരയിലെ ആ ഭാഗത്തൊക്കെ ഈ പറയുന്ന യതീഷ് ചന്ദ്രയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഈ അധികാര പരിധി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പം തൂണേരി ഷിബിൻ വധത്തിനൊക്കെ ശേഷം ഈ പറയുന്ന ടിപ്പു ചന്ദ്രശേഖരൻ വധത്തിനൊക്കെ ശേഷം ഒരു കലുഷിതമായി നിന്നിരുന്ന പ്രദേശമാണ് അതൊക്കെ. ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അവിടെയൊക്കെ ഒരു ഉടച്ചു വാർക്കലുകൾ നടത്തിയ ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് അദ്ദേഹം വീണ്ടും അവിടേക്ക് ചെന്നെത്തുമ്പോൾ ഒരു ചരിത്രം മറ്റൊരു രീതിയിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹവും ഈ പറയുന്ന ഭരിക്കുന്നത് പിണറായിയാണ്, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, P ശശിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അദ്ദേഹത്തിന് നീതിയുക്തമായി നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചില മോശം വശങ്ങൾ കൂടി പറയാതിരിക്കാൻ കഴിയില്ല. അതായത് അദ്ദേഹത്തിൻ്റെ മോശമാക്കിക്കൊണ്ടല്ല, ഒരിക്കൽ അദ്ദേഹം നിയമം തെറ്റിച്ചുകൊണ്ട് റോഡിലൂടെ വണ്ടിയെടുത്ത് പോയി. അങ്ങനെ വണ്ടിയെടുത്ത് പോയപ്പോൾ കേരളത്തിലെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു യുവതി പുറകെ തന്നെ പോയി അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിച്ചു. നോക്കുമ്പോൾ യതീഷ് ചന്ദ്രയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിയമം നടപ്പിലാക്കുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ നിയമം തെറ്റിച്ച് പോകുന്നത് നിങ്ങൾക്ക് പിന്നെ എന്താണ് മോശമല്ലേ എന്നുള്ള കാര്യത്തിൽ ചോദിക്കുക. അത് മാധ്യമ വാർത്തയൊക്കെ ആവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ചില സമയത്തൊക്കെ അദ്ദേഹത്തിനും പാളിപ്പോവാറുണ്ട്. എങ്കിലും മനുഷ്യരല്ലേ, തെറ്റുപറ്റാത്ത ആളുകൾ ആരുമില്ല എന്നുള്ളത്. തീർച്ചയായും യതീഷ് ചന്ദ്രയുടേതായ കുറവുകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം. പക്ഷെ അതിലൊക്കെ അപ്പുറം ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നിയമം നടപ്പിലാക്കുന്ന സത്യസന്ധമായ ഒരുപാട് നിലപാടുകൾ, തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾക്കൊപ്പം അദ്ദേഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ ഇതുവരെ തെറ്റിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ഇനിയും അത് തെറ്റാതെ തന്നെ മുന്നോട്ട് പോകും. എന്തായാലും കണ്ണൂരിൽ തെളിയാതെ കിടക്കുന്ന പല സംഘങ്ങളും വന്നിട്ട് ഇപ്പോഴും തെളിയിക്കാൻ പറ്റാതെ കിടക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ഓരോന്നായി പൊടിതട്ടിയെടുത്ത് അതിലെയൊക്കെ വില്ലന്മാർ പുറത്തു വരട്ടെ. തീർച്ചയായും.